ആ പ്രശ്നങ്ങൾ തിരുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്ന പാർട്ടിയാണ്, തെറ്റ് തിരുത്തി മുമ്പോട്ട് പോകുന്ന പാർട്ടിയാണ് CPM. സ്വാഭാവികമായിട്ട് അത് മനസ്സിലാക്കാത്ത ചില ആൾക്കാരാണ്. ഇപ്പോൾ ചെറിയ മഴയൊക്കെ പെയ്യുമ്പം കിളുത്തു വരുന്ന ചില സംഗതികളുണ്ടല്ലോ, അവർക്കൊരു പേര് വരാൻ വേണ്ടി പത്മകുമാറിൻ്റെ പേര് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ BJPക്കാർ വന്ന്, അതും ഇവിടുത്തെ ഈ പറഞ്ഞ 2 നേതാക്കന്മാർ, അവർ വന്നിട്ട് അവരൊക്കെ ഞാൻ MLA ആയിരിക്കുന്ന കാലത്ത് അന്ന് അയാളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനെയൊക്കെയുള്ളവർ വന്ന് എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് അപ്പം തന്നെ തോന്നിയതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ FB പോസ്റ്റ് പിൻവലിച്ചത്. അതുകൊണ്ടാണല്ലോ. അതിപ്പോൾ നിങ്ങളാരെങ്കിലും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. കാരണം ഇത് ഞാൻ മറ്റാരെങ്കിലും പോലെ ഇങ്ങനെ നിരന്തരമായി കുത്തുവർത്താനം പറയാനും ഇല്ല. അങ്ങനൊരു കുത്തുവർത്താനം പറഞ്ഞതിനകത്ത് അതുകൊണ്ട് എന്നെ ഇങ്ങനെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്തേര്. ആ അക്കോമഡേഷൻ ഞാനില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ധൈര്യമായി തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി. അത് തെറ്റായിപ്പോയി എന്നുള്ളത് കൊണ്ട് എൻ്റെ പേരിൽ എന്ത് നടപടി സ്വീകരിച്ചാലും ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണല്ലോ. ഞാൻ എൻ്റെ പാർട്ടി ബ്രാഞ്ചിൽ നിൽക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടന്നല്ലേ പരസ്യമായി പ്രതികരിക്കുന്ന ആൾക്കാരെ, പ്രതിഷേധിക്കുന്ന ആൾക്കാരെ നേരിട്ട് വന്ന് ജില്ലാ സെക്രട്ടറിയെ പോലുള്ള ആൾക്കാർ കാണുന്നത് അല്ല. ജില്ലാ സെക്രട്ടറി രാജീവ് എബ്രഹാം ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അതായത് പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, രാജീവ് എബ്രഹാമും ഞാനും ഒക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് വ്യക്തിപരമായി തന്നെ. അദ്ദേഹം പാർട്ടിയിൽ വരുന്ന കാലത്ത് ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം SFIയുടെ പ്രവർത്തകനായി വരുന്ന കാലം മുതൽ എൻ്റെ ജൂനിയറാണ്. സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അയാളിനെ കാണാൻ വന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ പാർട്ടി ഘടകത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കല്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പലരും മാറി നിൽക്കും പേടിച്ചിട്ട്. ഇനി എന്തെങ്കിലും വന്ന് കണ്ടാൽ കുഴപ്പമുണ്ടോ എന്നുള്ള മട്ടിൽ. രാജീവ് എബ്രഹാം എന്നെ വന്ന് കണ്ടു, കാര്യങ്ങൾ അയാൾ സംസാരിച്ചു. അയാൾ എൻ്റെ പാർട്ടി ഘടകത്തിൻ്റെ സെക്രട്ടറിയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ ആ നിലയ്ക്ക് തന്നെ കാണും. ഞങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചു പോകും. അത്രയേ ഉള്ളൂ. സാധാരണ അച്ചടക്കം ലംഘിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തനേക്കാൾ ഒരു പരിഗണന കിട്ടി എന്നൊക്കെ പറയാമോ? അങ്ങനെ ഒരു അച്ചടക്ക ലംഘനമല്ലല്ലോ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന വികാര വിചാരങ്ങളും ചിലപ്പോൾ ചില സമയത്ത് അങ്ങനെ ഉണ്ടായെന്നിരിക്കും. എത്രയോ ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എത്രയോ ആളുകൾ ചില കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത്രയൊന്നും ദോഷം ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 73-ൽ SFIയുടെ യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറിയായി. ഈ 2025 മാർച്ച് മാസം 11-ാം തീയതി വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ 2 പ്രാവശ്യം മാത്രമാണ് എൻ്റെ പാർട്ടിക്ക് എൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അന്ന് ആ 2 പ്രാവശ്യം താക്കീതെന്നുള്ള നടപടിയാണ് എനിക്കെതിരായിട്ടുണ്ടായിട്ടുള്ളത്. ഇതല്ലാതെ ഈ 52 വർഷക്കാലത്തിനിടയ്ക്ക് ഇന്ന് വരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ 75-ലാണ് പാർട്ടി മെമ്പർഷിപ്പിൽ വരുന്നത്. അന്ന് 17 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അന്ന് 1 വയസ്സ് കൂട്ടി വെച്ചതുകൊണ്ട് 18 വയസ്സ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ വരുന്നത്. പാർട്ടി മെമ്പർഷിപ്പിൽ വന്നിട്ട് ഇപ്പോൾ 50 വർഷമായി. പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ വന്ന് 24-ാമത്തെ വയസ്സിൽ ഞാനിവിടെ പാർട്ടി ഏരിയ സെക്രട്ടറിയാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ തന്നെ നല്ലതുപോലെ പ്രവർത്തിച്ച് വന്ന ആളാണ്. DYFIയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിച്ചു. കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയ്ക്ക് കർഷക സംഘത്തിൻ്റെ, അതായത് നാരായണൻ നമ്പ്യാർ പ്രസിഡൻറ്റും TK രാമകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഞാൻ കർഷക സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഈ നിരാശ ബാധിച്ചൊരു വർത്തമാനം പറയാനൊന്നും ഞാനില്ല. അപ്പോഴത്തെ എൻ്റെ പ്രശ്നത്തിലല്ല ഞാൻ വികാരപ്രകടനം നടത്തിയത്. ഞാൻ പറഞ്ഞല്ലോ, വീണ ജോർജിനെ സംബന്ധിച്ച്, അവരുടെ കഴിവിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വ്യത്യസ്താഭിപ്രായമില്ല. അവർ മന്ത്രിയായതിനും ഞാനൊരു തർക്കവും പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് പറയാൻ പാടില്ലാത്ത രൂപത്തിൽ ഒരു പാർട്ടി കേഡർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാൻ പാടില്ലായിരുന്നു. അത് പറഞ്ഞു. അത് ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. അതിൽ ഇനി പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ചാലും സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ അത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാൻ സ്വീകരിക്കും. ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, പല പ്രാവശ്യം പറഞ്ഞല്ലോ, ഏത് നിലപാട് സ്വീകരിച്ചാലും അത് സ്വീകരിക്കും.
ചില നേതാക്കൾ തന്നെ സ്വകാര്യമായി പറയുന്നത് അദ്ദേഹം ഈ 52 വർഷത്തെ ചരിത്രമൊക്കെ പറയുകയും സ്ത്രീവഞ്ചന അവഹേളനം എന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ഇത്രയും കാലത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 3 തവണ സീറ്റ് നൽകി. ഒരു തവണ അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ MLA ആയി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി നൽകി. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പദവികളും നൽകി പാർട്ടി പരിഗണിച്ചിട്ടും ഇത്തരത്തിലുള്ളൊരു പരിഭവം ഇത്തരം വേണമായിരുന്നു എന്നുള്ളത് അത് ആ പറഞ്ഞ ആളിനോട് തന്നെ ചോദിക്കുകയല്ലാതെ എനിക്ക് എന്ത് പറയാനിരിക്കും. ആ പറഞ്ഞ ആളുടെ മാനസിക വികാരം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അവരോട് തന്നെ ചോദിക്കുക. അങ്ങ് ആദ്യം ഫേസ്ബുക്കിലൂടെ പ്രതിഷേധത്തിൽ പിന്നെ അങ്ങ് പിൻവലിച്ചു. നാളെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയാണ്. അങ്ങേക്ക് പറയാനുള്ള വേദിയാണ് ഈ വിഷയം. അത് പറയുമോ പറയാതിരിക്കുമോ? അതല്ല, നാളെ ജില്ലാ കമ്മിറ്റി യോഗം കൂടുമ്പോൾ എന്തൊക്കെയാണ് അജണ്ട എന്നുള്ളത് നമുക്കിപ്പോൾ അറിഞ്ഞുകൂടല്ലോ. സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, എന്ത് കാര്യങ്ങളാണെന്നുള്ളത് ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തും ഞാൻ പറഞ്ഞതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ബാക്കി സംഘടനാപരമായിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജീവ് അബ്രാമിനോട് ചോദിക്കുക മാത്രമേ മാർഗമുള്ളൂ. അങ്ങ് ഉയർത്തിയ വിഷയം സംഘടനാപരമായ ചില പിഴവുകൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പാർട്ടിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പുനർ അവലോകനത്തിന് ഇടവരുത്തുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. ഞാൻ അന്നേരം ഉണ്ടായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ അഭിപ്രായം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ പരസ്യമായി പറയുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നിയപ്പോൾ അത് പിൻവലിച്ചു. അത്രയേ ഉള്ളൂ. ഇന്നലെ BJP നേതാക്കളുമായിട്ട് ചർച്ച നടത്തപ്പെടുവാണ്. ഞാൻ പറഞ്ഞിപ്പോൾ BJPക്കാർ ഇവിടെ വന്നിരുന്നു എന്നാണ് പറഞ്ഞത്. അവരിവിടെ വീടിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. 1-2 ഇവിടെ എത്രയോ പേര് വന്നു. വന്നവരെയൊക്കെ ഞാൻ തിരിച്ച് ഈ എൻ്റെ വീടിനെ സംബന്ധിച്ച് പഴയ ആളുകൾക്കറിയാം. ഇതിപ്പോൾ എൻ്റെ കാലത്ത് മാത്രമല്ല, അതിനു മുമ്പ് ഈ ഗേറ്റ് എപ്പോഴും തുറന്നു കിടക്കുന്നതാണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം, അടുക്കളയിൽ വരെ കയറാം. എല്ലാവരും ഈ നാട്ടുകാരെല്ലാം അങ്ങനെ പെരുമാറുന്നൊരു വീടാണിത്. ഇവിടെ എത്രയോ പേര് വന്നു. അതിനിടയ്ക്കാണ് BJP നേതാക്കന്മാരുമായി പത്മകുമാർ ചർച്ച. അങ്ങനൊരു എൻ്റെ വിളക്കത്ത് അവർ ഇച്ചിരി ചോറുണ്ടെങ്കിൽ ഉണ്ടോട്ടെ, കഞ്ഞി കുടിക്കുന്നെങ്കിൽ കഞ്ഞി കുടിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ചല്ല. അതിന് വേറെ എന്താ, അവർക്കൊരു പ്രമാണിത്വം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു പ്രചരണം വന്നതന്നെ തെറ്റാണ് BJP-യിലെ. അതാ, ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഇനി അഥവാ ഞാൻ ചോദിക്കുന്നത്, അവരുടെ പേരൊന്ന് വെളിയിൽ വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അല്ലെങ്കിൽ പിന്നെ അങ്ങനെ 7:15 മണിക്ക് ഞാനപ്പോൾ ഇവിടെ ഇല്ലല്ലോ, ഇവിടെ വന്നു, ഞാനുമായി ചർച്ച നടത്തുന്നു, അകത്തടച്ച മുറിയിൽ ചർച്ച എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത. എനിക്കറിഞ്ഞൂടാ. ഏതായാലും പരസ്യ പ്രതികരണം തെറ്റായിപ്പോയി എന്ന് പത്മകുമാർ സമ്മതിക്കുകയാണ്. നാളെ നിർണായകമായ പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി, CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേരാനിരിക്കെയാണ് ഏതായാലും പത്മകുമാർ ഈ പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പറഞ്ഞ കാര്യം തെറ്റായിപ്പോയി, പെട്ടെന്നുള്ള ഒരു വികാര വിക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രതികരണമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. BJP നേതാക്കൾ എത്തിയ കാര്യത്തിൽ അദ്ദേഹം കൃത്യമായ വിശദീകരണം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അവർ വന്ന് കയറുകയായിരുന്നു. അതിൽ തനിക്ക് ഒരു പങ്കുമില്ല. അതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്താനാണ് ആ ശ്രമം നടത്തിയത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആറന്മുളയുടെ വീട്ടിൽ ഇന്നലെ BJP നേതാക്കൾ എത്തിയതുമായി ബന്ധപ്പെട്ട്.